ഇനി അമ്മായിയപ്പൻ്റെ കൂർക്കം വലി കേൾക്കണ്ട, അടുക്കള മൊത്തം എന്റത് കിട്ടിയാ മതി. അമ്മേ, ജ്യൂസ് വേണോ? കാപ്പി വേണോ? ചായ കുടിക്കാം. അപ്പ ചായ കുടിക്കാം. തരട്ടെ? ഒന്നും തന്നില്ലെന്ന് പറയല്ലേ ഇനി. അച്ഛാ ചായ എടുക്കട്ടെ? കാപ്പി എടുക്കട്ടെ? അയ്യോ 10 ആയില്ലേ, നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാം. ബെൻസ് വേണോ BMW വേണോ? അല്ലെങ്കിൽ വേണ്ട അമ്മേ, ബെൻസ് വേണോ BMW വേണോ? എന്താ എടുക്കണ്ടേ? ബെൻസ് വേണോ BMW വേണോ? പറ പപ്പേ. കൊച്ചു വല്ലതും കാറിൽ പോയാ പോരെ? അപ്പേ നമ്മൾ അവിടം വരെ പോകുമ്പം വലിയ കാറിൽ വേണ്ടേ പോവാൻ? ബെൻസ് വേണോ BMW വേണോ? കല്യാണത്തിനൊന്നും അല്ലല്ലോ. അങ്ങനെ അച്ഛപ്പാ ഇറങ്ങിക്കോ, വേഗം പാപ്പാ. ഇല്ല, നമ്മൾ പോകുന്നില്ല. അന്ന് വെച്ചാ നമ്മൾ പോകുന്നില്ല, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നില്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. പ്രിയ സഹൃദയരെ, കലാസ്നേഹികളെ, വിശ്വാസികളെ, ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വളരെ ചെറിയ ഒരു നാടകമാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തെറ്റ് പറ്റാത്തവരായ മനുഷ്യർ ആരും തന്നെ ഇല്ലല്ലോ. ആയതിനാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ചെറിയ തെറ്റുകളും പാളിച്ചകളും അബദ്ധങ്ങളും ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ ഒരു സാമ്യവുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നിയാൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട സന്ദർഭം, അതുണ്ടാവാനുള്ള സന്ദർഭം, അതിന് പിന്നിലെ കഥകൾ ഒക്കെ അറിയാൻ നിങ്ങൾക്ക് കൗതുകമില്ലേ? എങ്കിൽ നമുക്ക് കുറച്ച് അധികം വർഷം പിന്നോട്ട് പോകണം. അതായത് ഒരു 27 വർഷം മുൻപ് UK മാഞ്ചസ്റ്റർ എന്ന മഹാനഗരത്തിൽ ജോലി അന്വേഷിച്ചു വന്ന പ്രിയ പത്രോസ് അച്ചായനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദവപൂർവ്വം തിരിക്കുകയാണ്. മലയാളിയാണോ? എങ്ങനെ മനസ്സിലായി? താടിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. താടിക്കാരെ കണ്ടാൽ മലയാളിയാന്ന് മനസ്സിലാവില്ലേ? അതെ അതെ. ബ്രോ എന്നാ ഇവിടെ? ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നല്ലേ? ഞാനും. എപ്പോഴാ ഇവിടെ വന്നേ? ഞാൻ ഒരു 2 മാസം മുമ്പ്. ആണോ? ഞാൻ 4 മാസമായി. ആണോ? ഈ നാട്ടിലെവിടെ? നാട്ടിൽ ഞാൻ തിരുവല്ല. ഞാനും തിരുവല്ല. ആണോ? എവിടെയാ? ഞാൻ പൈപ്പാട്. ഞാൻ സ്വാമിപാലം. ആണോ? കേട്ടിട്ടില്ല, സോറി. ഞാൻ പൈപ്പാട്. കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ബംഗാളികളൊക്കെ അവിടെ നിന്നല്ലേ, അപ്പോൾ അറിയാമല്ലോ. അത് അങ്ങനല്ല, മലയാളികളും ഉണ്ട് അവിടെ. ബ്രോ ബംഗാളിയായിരുന്നോ? ബ്രോ ബംഗാളി അല്ല, ഹിന്ദി ഇച്ചിരി സംസാരിക്കും. ബോംബെയിലായിരുന്നേ. എല്ലാ ഹിന്ദി സംസാരിക്കുന്നവർ ബംഗാളി അല്ല. അപ്പം പിന്നെ ബ്രോയ്ക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ചർച്ചോ അങ്ങനെ വല്ലതും അറിയോ? പിന്നെ ഞാൻ ഒരു 2 മിനിറ്റ് ഇവിടെ മാഞ്ചസ്റ്റർ പെന്തക്കോസ്ത് ചർച്ചിലാണ് പോകുന്നത്. ആണോ? നല്ല ചർച്ച അല്ലേ? പിന്നെ നല്ല പാസ്റ്ററൊക്കെയോ? പാസ്റ്റർ നല്ല പാസ്റ്റർ അല്ലേ? ആണോ? അടിപൊളി പാസ്റ്റർ അല്ലേ? അതെ. ബ്രോയ്ക്ക് അറിയാവുന്ന തോന്നുന്നു പേഴ്സണലി? എന്തോ? പാസ്റ്ററിനെ പേഴ്സണലി അറിയാവുന്ന തോന്നുന്നു. പിന്നെ അറിയല്ലേ? അപ്പം ഞാൻ അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച. അപ്പം ഈ ജോലി കിട്ടുമോ? പിന്നെ കിട്ടുമോ? 2 പേർക്കും കിട്ടുമോ? കിട്ടിയാൽ മതിയായിരുന്നല്ലേ? എന്നാൽ ശരി ബ്രോ, കാണാം. ഓക്കെ. ചില മാസങ്ങൾക്ക് ശേഷം നമ്മുടെ പത്രോസ് അച്ചായനും അന്നാമച്ചിയും ദൈവം കൊടുത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംസാരിക്കാനായിട്ട് ഡോക്ടറിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. അയ്യോ, ഡോക്ടർ ടിം. എന്താ ഡോക്ടർ പറ്റിയത് പെട്ടെന്ന്? സോറി. What happened, doctor? You called me. I've got some tragic news for you. Oh, okay. Your wife has got type 2 diabetes. Oh. Doctor, what does that mean? What does that mean for the baby? Well, for you yourself, it should be fine. If we prescribe some insulin, that should be fine. Okay. However, for the baby, we're estimating about a 50% mortality rate. 50?
we could potentially go for an abortion, maybe, No, if no, that's no, within your no. plans. No way, no way. No? Doctor, look, we believe that child is a gift from God in whatever matters. So we believe the God we pray for, we have in faith, works miracle. And we really know this child is going to live, both the child and the mother. Are you adamant about this decision of yours? Yes. Yes. Not doctor. only me, both of us. Well, let your faith save you. Yes, thank you. Thank you, doctor. Thank you. Thank you. അതിനും ചില മാസങ്ങൾക്ക് ശേഷം ദൈവം അത്ഭുതകരമായി കൊടുത്ത കുഞ്ഞിൻ്റെ കൂടെ പ്രിയ മാതാവും പിതാവും ഇരിക്കുന്ന ചില സന്ദർഭങ്ങൾ. അച്ഛ ഇങ്ങോട്ട് വന്നേ. ആ ആ എന്താടി കൊച്ചിനൊന്ന് പിടിക്ക് പ്ലീസ്. ആ ഇപ്പോഴേ മടിയായി. എടി ഇത് ചിരിക്കുവാണല്ലോ. അല്ല കരയുവാ. ഏ? ആ നീ നോട്ട് ചെയ്താ ഇതിൻ്റെ കണ്ണ് മൂക്ക് ചിരി എല്ലാം എന്നെ പോലെ ഇല്ലേ? അപ്പൊ ഞാനോ? അല്ല ആ ദേ മുടി നിന്നെ പോലുണ്ട്. ഓ ഓക്കെ. എന്തേലുമൊക്കെ മതിയല്ലോ. ആ ശരി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നേ, ഈ കുട്ടിയെ പറ്റി അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോഴേ അബോർഷൻ പറഞ്ഞു. എന്നാ മണ്ട ഡോക്ടറാ. ആ പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞില്ലേ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം ഇത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ഫ്രം ഗോഡാണ്. ആണ്. അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ പോലും എത്ര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ പോലും ഈ കൊച്ചിനെ നല്ലതായിട്ട് വളർത്തണം. ഞാൻ 7 ദിവസവും പണിക്ക് പോകും. ആ ചേർച്ച് പോണം. ആ ശരിയല്ലേ. 6 ദിവസം ഞാൻ പണിക്ക് പോകും. എന്നിട്ട് നല്ലതായിട്ട് ഈ കൊച്ചിനെ വളർത്തും. നമുക്ക് രണ്ടുപേരും ജോലി ചെയ്യും. ഓക്കെ ഓക്കെ എന്നാപ്പാ നമുക്ക് പോണ്ടേ ഒരു സ്ഥലത്തോട്ട് പോവാം. വാ. അവർക്ക് ദാനമായിട്ടുള്ള കൊടുത്ത കൊച്ചിനെ അവർ വളർത്തി വലുതാക്കി. A levels പാസ്സായി. അന്നാമോ ഒരു ചായ ഇങ്ങടുത്തേ. ആ അവനെന്തി അവനെ കാണുന്നില്ലല്ലോ. സമയമല്ലേ വരാൻ? ബസ് ലേറ്റ് ആയോ? മധുരം കുറവാ. മധുരം വേണ്ട, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളതല്ലേ. അത് നിനക്കും ഉണ്ടല്ലേ? ആ കേട്ടില്ല? ആ ഒന്ന് തുറന്നേ, ഞാൻ പിടിക്കാം. തുറന്നു നോക്കട്ടെ. പപ്പാ ഹേയ്, നീ എവിടെ പോയേക്ക് വരുന്നു? മോനെ റിസൾട്ട് ഒക്കെ വരുന്ന ദിവസമല്ലേ, കുറച്ച് സമയമെടുത്തു. എന്താണ് റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. A ലെവൽസിന്റെ റിസൾട്ട് ദേ ഫുൾ സ്ട്രേറ്റ് A's. എൻ്റെ മോന് തന്നെ. അത് എൻ്റെ ഡയലോഗായിരുന്നു. എൻ്റെ മോൻ തന്നെ. അവനാ എൻ്റെ മോയല്ല പോയേക്കുന്നത്. എൻ്റെ മോനാ അല്ലേ? അതൊക്കെ വിട്. എന്താണേലും വേറൊരു നല്ല വർത്താനം കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത്. ആ എന്താ? എനിക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഞാൻ കേട്ടിട്ട് നല്ല യൂണി അത്. അത് ലണ്ടനിലാ. അത് കുഴപ്പമില്ല, ബസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്. അല്ല മമ്മി, അവിടെ താമസിക്കുമായിരുന്നു അത്രയും നല്ലതായിരുന്നു. കാരണം എപ്പോഴും ഇങ്ങോട്ട് വരണ്ടല്ലോ. പിന്നെ പോരാത്തന്നെ അവർ 75% സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നീ അവിടെ താമസിക്കും? ആ അവിടെ മമ്മിയാണ് തുണി അലക്കി തരുന്നത്. അതൊക്കെ അപ്പൊ എങ്ങനെ? അതൊക്കെ ഞാൻ പഠിച്ചോളാന്നേ. ആ അപ്പം എന്താണ് ഒരു നല്ല കാര്യത്തിനല്ലേ അവിടെ പോയി താമസിച്ച് പഠിച്ച്. കാശ് എത്ര? കാശ് അവരൊരു 80,000 പൗണ്ട് 3 വർഷം എന്നാ പറയുന്നത്. സ്കോളർഷിപ്പോ? സ്കോളർഷിപ്പ് 70% ഉണ്ട്. ബാക്കി 30% നമ്മൾ എടുക്കണം അല്ലേ? ആ നമ്മൾ എടുക്കണം. ഞാൻ ആലോചിച്ചത് പാർട്ട് ടൈം ഒക്കെ വർക്ക് ചെയ്ത്. വേണ്ട വേണ്ട, പാർട്ട് ടൈം ഒന്നും വേണ്ട. മോന് പഠിച്ചോ, പപ്പയുടെ FD ഉപയോഗിക്കാം നമ്മള്. അല്ല അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പ? അല്ല കുഴപ്പമില്ല, നീ നല്ലതായിട്ട് പഠിച്ചാൽ മതി. FD ഒക്കെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ വെച്ച് പ്രൊസീഡ് ചെയ്യും. പൈസയൊക്കെ ബാങ്കിൽ നിന്ന് റെഡിയാക്കാം. ഓക്കെ പപ്പ, നല്ലതായിട്ട് പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ. അവൻ വളർന്ന് വലുതായി, ഡിഗ്രി കിട്ടി, തിരിച്ചു കാണാൻ വഴുകയാണ്. അച്ഛേ ഇതൊന്ന് നോക്കിക്കേ. ഈ എന്താ? ഉടുപ്പ് എനിക്കൊന്ന് വേണമായിരുന്നു. എടി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 5 ഉടുപ്പ് മേടിച്ചത്. അല്ല ഇതെല്ലാം പഴയതാ, ഒന്ന് പ്ലീസ് പ്ലീസ്. അപ്പൊ പിന്നെ ഈ ഇതിനകത്തിരിക്കുന്ന കബോർഡിൻ്റെ അകത്തിരിക്കുന്ന അത്രയും തുണികൾ പഴയതാ. ഒരു 100ന്റെ മണ്ടയ്ക്ക് പഴയതോ? പ്ലീസ്. ആ നോക്കാം. ഈ പറഞ്ഞ പോലെ അവൻ വിളിച്ചിട്ട് 2 ആഴ്ചയല്ലേ? ശരിയാ, ഒന്നും കേട്ടിട്ടില്ല. എന്തി അവൻ? ആ നീയും തുറക്ക്. കാലുവേദന. ഓർഡർ ചെയ്യുമ്പോഴൊന്നും വേദനയില്ല. പപ്പ, ഞാൻ തിരിച്ചു വന്നു.
Yes. എന്താണേലും കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ യൂണിവേഴ്സിറ്റിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ടോപ്പറായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. ഈ എന്നെ പറയാതൊക്കെ വരുന്നേ. എൻ്റെ വീട്ടിലോട്ടല്ല, ഞാൻ ഇതിനെ വിളിച്ചിട്ടൊക്കെ വരുന്നത്. ക്ഷീണിച്ചു മോനെ, കഴിക്കുന്നുണ്ടോ? അല്ല കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇത് തല അല്ല, തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പാസ്റ്റർ വിഷയമാക്കും കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുന്ന ആളെ. പാസ്റ്റർ പറയും കളറാന്ന് പറയും. കളറല്ല, നരച്ചു. ഇവിടുത്തെ വെള്ളമൊക്കെ അല്ലേ. എന്നെ ആയിരിക്കും. എന്നെയാ. നീ വന്നിരി. അല്ല, നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോഴല്ലേ വന്നേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്കൊരു ജോബ് ഓഫറും കൂടെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അവർ വർഷം 50,000 പൗണ്ടാ ഓഫർ ചെയ്യുന്നത്. അടുത്ത വർഷം ഹൈക്കും ഉണ്ട്, സാലറി ഹൈക്കും ഉണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലണ്ടൻ ബേസ്ഡ് ആണ്. പക്ഷെ ട്രാൻസ്ഫർ ചോദിക്കാം മാഞ്ചസ്റ്ററിലോട്ട്. നമുക്ക് ഒത്തിരി സംസാരിക്കണ്ട, പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി ശരി. ഈ ക്ഷീണിച്ചല്ലേ? മുടിയും എല്ലാം പാസ്റ്ററിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അത് കളറല്ല ഹെന്നയാണെന്ന്? എന്താ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മുടെ പാസ്റ്റർ നല്ല മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ജോലിയായി, പഠിത്തം കഴിഞ്ഞ് അതിനൊരു കല്യാണമൊക്കെ വേണ്ടേ? പിന്നെ സമയമില്ലേ? എന്നാ പിന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാം. ഒന്ന് വിളിക്കാവനെ. മോനെ ടോമി. പപ്പ വിളിച്ചോ? ഇവിടെ വന്നിരുന്നേ, ഒന്ന് സംസാരിക്കണത്. ഓ ആയിക്കോട്ടെ. എന്താ പപ്പ? എടാ, നിനക്ക് പഠിത്തം കഴിഞ്ഞു, നല്ല ജോലിയായി, ആവശ്യത്തിന് പ്രായവുമായി. പ്രായമായോ? പിന്നെ എന്താ, മോൻ കുഞ്ഞാണോ? അങ്ങനെയല്ല, എന്നാലും പ്രായമായി. അപ്പോൾ ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഇത്രയും പെട്ടെന്നു? അല്ല, ഇപ്പോൾ ഒന്നുമല്ല നടത്തുന്നേ, ഒരു ഇച്ചിരി സമയം എടുത്ത് നമ്മൾ ആലോചിച്ച് നടത്തും. അപ്പം വേണ്ടേ കല്യാണമൊക്കെ? വേണോ? വേണം, വേണ്ടേ? പിന്നെ കൊച്ചുമക്കളെല്ലാം വേണ്ടേ? ഒരു ഭാര്യയൊക്കെ വന്നിട്ട് വേണം അവക്ക് ചുമ്മാ ഇരിക്കാൻ. നിങ്ങൾ നിർബന്ധിച്ച പിന്നെ എന്നൊരു കാര്യം ചെയ്യാം, പാസ്റ്ററിനോട് ഞാൻ ഒന്ന് സംസാരിക്കാം. പാസ്റ്റർ നല്ല ആലോചനയൊക്കെ അറിയാം, ഒത്തിരി ആലോചനയൊക്കെ അറിയാം പാസ്റ്ററിനെ. അപ്പം പാസ്റ്റർ വേണേൽ നമുക്കൊരു കുട്ടിയൊക്കെ കണ്ടുപിടിച്ച് തരും. പുള്ളിക്കാരൻ ബ്രോക്കറാണോ? അല്ല, അങ്ങനല്ല, നമ്മുടെ പാസ്റ്ററിനെ എല്ലാവരും അങ്ങ് അറിയാലോ. അപ്പം കല്യാണം വേണമെങ്കിൽ പാസ്റ്ററിൻ്റെ അടുത്ത് പോയാൽ മതി എന്നാണ് ഞാൻ കേട്ടത്. ആണോ? അത് മതി. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററിനോട് പറഞ്ഞു നോക്ക്. പാസ്റ്ററിനോടൊന്ന് ഞാൻ സംസാരിക്കാം. നീ എന്നാ ചെല്ല്. ഓക്കെ പാപ്പ. ഇപ്പോഴോ കല്യാണമെന്നൊക്കെ? അങ്ങനെ അവര് പാസ്റ്ററിനെ വിളിക്കാൻ പോയി. ഇടി എന്നാമ്മേ, നമ്മൾ പാസ്റ്ററിനെ വിളിച്ചു. ഇന്നല്ലേ വരുന്നേ? അല്ല, നാളെയാ. അല്ല, ഇന്നാ? അല്ല, നാളെ. ഒന്ന് തുറക്ക്. കാലുവേദന, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് ഇന്ന്. പ്ലീസ് അറ്റ്ലീസ്റ്റ് കാരണമെങ്കിലും മാറ്റി പറ. പാസ്റ്ററേ, ബാ 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 ബാ. Praise the Lord, praise the Lord. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ സുഖമാണോ? സുഖമാ പാസ്റ്റർ. എന്താ ലേറ്റ് ആയത്? അയ്യോ, കുഴപ്പമില്ല, ബാ ബാ ബാ, ഇരിക്കുക പാസ്റ്റർ. പാസ്റ്റർ, ചായയാണോ കാപ്പിയാണോ? ഒരു ചൂട് ചായ പോരാമേ? വേണമായിരുന്നോ പാസ്റ്ററെ? കുഴപ്പമുണ്ടോ? ഇല്ല, ഈ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാം പാസ്റ്ററിന് ഒരു 3-4 ദിവസം ചായ കുടിച്ച. അതെ അതെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറ്. അതെ. പിന്നെ ഇത് മനസ്സിലായോ? മോന്റെ പേരെന്തുവാ? എൻ്റെ പേര് ടോമി. ടോമി. എൻ്റെ മോന. അതെ, പക്ഷേ തലമുടിയല്ല. അത് കളറല്ല പാസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ കളറല്ല, ഹെന്നയാ. കണ്ടാ പറയും, പക്ഷെ ഹെന്നയാ. എൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അവന്, എല്ലാ സ്വഭാവങ്ങളും. പക്ഷേ തലമുടി അത് പക്ഷേ അവളുടെ തലമുടിയാ, അവളുടെ അവളുടെ അവളുടെ. ഒന്നും കൂടെ പറഞ്ഞേ, കേട്ടില്ല. അല്ല, നിന്റെ ചായ ചായ പാസ്റ്റർ, ചായ. പക്ഷേ ചൂടാണേ, പതുക്കെ കെയർഫുൾ. അവൾ ആദ്യം പറഞ്ഞു. സ്വോത്രം. പക്ഷേ പിന്നെ പറഞ്ഞ കാര്യം നമ്മുടെ ഫോണിൽ കൂടെ സംസാരിച്ചില്ലായിരുന്നോ? മോന്റെ കല്യാണം ആലോചന വല്ലതും കിട്ടിയോ? നോക്കുവാണ്. നമുക്ക് വലിയ ഹൈ ക്ലാസ് പത്രാസ് അങ്ങനെ സ്റ്റാൻഡേർഡ് അങ്ങനൊന്നും വേണ്ട, ഒരു പാവം കുട്ടി അങ്ങനെ മതി. നോക്കാം അല്ലേ? പാസ്റ്ററിന് ഒത്തിരി കണക്റ്റ് ഒക്കെ ഉണ്ട്, ദൈവഭയമൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതാണ്. ഓക്കെ, പാസ്റ്ററിന് വിശ്വാസമുണ്ട് എനിക്ക്. ഓക്കെ, ഇച്ചിരിയും കൂടെ വേണം അല്ലേ? ഉണ്ടാവും പാസ്റ്റർ, ഒരു കല്യാണമൊക്കെ നടത്തി നമുക്ക് ശരിയാക്കാം. ഓക്കെ, ശരി പാസ്റ്റർ, കാണാം, ഞങ്ങൾക്കൊന്ന് പോകണം. ഓക്കെ, കാണാം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. പക്ഷേ ടോമി അവർക്ക് വന്ന എല്ലാ പ്രപ്പോസൽസും റിജക്റ്റ് ചെയ്തു. പക്ഷെ അവൻ അവന്റെ സ്വന്തം വഴിയായിട്ട് വന്നു. എടി, ഇതിങ്ങനെ പോയാൽ നടക്കത്തില്ല.
പാസ്റ്റർ 4-5 ആലോചന കൊണ്ട് വന്നു, പക്ഷെ അവനൊന്നും വേണ്ട. ഇതെങ്ങനെ ശരിയോ? എന്നാ അവൻ്റെ അടുത്ത് സംസാരിക്കാം, ബാ അവനെ വിളിക്ക്. നീ വിളി. തൊണ്ടവേദന എടുക്കുന്നു പ്ലീസ്. തൊണ്ടവേദന. മോനെ ടോമി. എന്താ പപ്പ? ആ പതുക്കെ നോക്കി ബാ ഡിഡി. എടാ നിന്റെ പ്രശ്നം എന്തുവാ? എനിക്കോ പ്രശ്നമോ? എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മാസമായി? ഒരു 2 മാസമായിട്ടുണ്ടോ? ആ നിനക്ക് ജോലിയായി, നിന്റെ പഠിത്തം കഴിഞ്ഞു, കല്യാണമാവും നമ്മൾ പറഞ്ഞു, പാസ്റ്ററിനോട് സംസാരിച്ചു, 4-5 പ്രപ്പോസൽസ് പാസ്റ്റർ കൊണ്ടുവന്നു, നിനക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് പപ്പ അത് ശരിയാകുന്നില്ല, എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ലണ്ടനിൽ ഒരു കൊച്ചുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തേലും കുഴപ്പം? അയ്യേ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെന്താ എന്താ എന്താ പ്രശ്നം? അത് പപ്പ ഒരു സ്പാർക്കില്ല. സ്പാർക്കോ? ഇല്ല, ഞാൻ അവളെ കെട്ടിയത് സ്പാർക്ക് കണ്ടിട്ടാണല്ലോ. അല്ല പപ്പ, നിങ്ങൾക്കൊക്കെ അത് പറ്റുമായിരിക്കും, പക്ഷെ നിനക്ക് സ്പാർക്ക് അടിക്കണമല്ലേ? പിന്നെ സ്പാർക്ക് അടിക്കുന്ന സാധനം എന്തുവാ? പപ്പ ഒരു ഐഡിയ പറയാം. ഇനിയിപ്പോൾ പാസ്റ്റിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട. ഇപ്പം ഇന്നത്തെ കാലമാണ്, ഫോണൊക്കെ ഉണ്ട്. ദേ പെന്റക്കോസ്റ്റൽ മാട്രിമോണി. ഇത് കണ്ടോ? ഈ കൊച്ചിനെ കണ്ടില്ലേ? എടാ ഇങ്ങനെയാ അവള് തുണികളൊക്കെ മേടിക്കുന്നേ. അയ്യോ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? ഇത് ഇല്ല, അതൊന്നും പറ്റത്തില്ല, റിട്ടേൺ ഒന്നും പറ്റത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പറും അപ്പൻ്റെ നമ്പറും എല്ലാം ഉണ്ട്. ഓക്കെ. ഈ കൊച്ചു വേണ്ട, ഒത്തിരി മേക്കപ്പ് ഉണ്ട്, വേണ്ട വേണ്ട. ഒന്ന് തള്ളിയപ്പോഴത്തേന് അടുത്ത കുട്ടി വന്നു. ഇപ്പൊ അങ്ങനെയൊക്കെയാ. ഇങ്ങനെയൊക്കെ എൻ്റെ കാലത്തുണ്ടെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. അല്ല പപ്പ ഇത് നോക്കിയതേ, തിരുവല്ലക്കാരിയാ. തിരുവല്ലക്കാര് പണ്ടേ നല്ലത്. എനിക്ക് കാണത്തില്ല. തിരുവല്ലക്കാരിയാ. അവള് അമേരിക്കയില ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചത്. എടി അവളുടെ പേരെന്തോ എഴുതിയേക്കുന്നേ? റാക്കല്ല, റേച്ചൽ. അപ്പൊ ഫുൾ നെയിം എന്തുവാ? റേച്ചൽ. അയ്യോ വർക്കി. റേച്ചൽ വർക്കി. എവിടെ? അവര് ന്യൂയോർക്കിൽ. US. അവരുടെ അതെ ഫാദറിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, വേണേ ഇപ്പോഴെങ്ങ് വിളിക്കാം. എന്നാ നീ തന്നെ ഇരിക്കുമ്പോ ഞാൻ വേണേ വിളിക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, തോമസ് വർക്കി അല്ലേ? ഇതാരാ? സ്പീക്കർ ഇടണോ? സോറി. തോമസ് വർക്കിയാണോ? അതെ അതെ. ഇതാരാ? ഞാൻ പത്രോസ്. ആണോ? നല്ല പേര്. താങ്ക് യു. ഞാൻ UK എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാൻ നമ്മുടെ മോന് ടോമി എന്നാണ് പേര്. ആണോ? അപ്പം ഈ പെന്തക്കോസ്റ്റൽ മാട്രിമോണിയിൽ കൊച്ചിൻ്റെ പേര് റേച്ചൽ വർക്കി എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ കണ്ടേ, അത് കണ്ടുകൊണ്ട് വിളിച്ചതാണ്. എൻ്റെ മോളാ അത്. അപ്പം അതിൻ്റെ അകത്ത് ഗോഡ് ഫിയറിങ് ചൈൽഡ്, സ്പിരിച്വൽ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം അത് കണ്ടുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോണ്ടേ നമ്മൾ വിളിച്ചതാണ്. അപ്പം എങ്ങനെയാ, നമുക്കിത് ഒന്ന് നേരിട്ടൊന്ന് സംസാരിച്ചാലോ? അല്ല, ഞങ്ങൾ വെക്കേഷന് വരുന്നുണ്ട് UK-ലോട്ട്. UK-ലോട്ട്? എങ്ങോട്ടാ വരുന്നത്? ലണ്ടനിലാണോ? ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും വരുമല്ലേ? ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത മാസം ഒരു 20-ാം തീയതി മാഞ്ചസ്റ്റർ ലണ്ടനിൽ വെച്ച് കാണാം അല്ലേ? ഓക്കെ. ഫാമിലി ആയിട്ട് വരുമല്ലോ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ. ഇതുവല്ല നടക്കുവോ? നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ ശരി, കാണാം. അങ്ങനെ ടോമിയും റേച്ചലും കല്യാണം കഴിച്ച് ഹണിമൂണിൽ നിന്ന് തിരിച്ചു വരുവാണ് അപ്പനെയും അമ്മേനെയും കാണാൻ. അന്നാമോ ഒരു പഞ്ചസാര ഇല്ലാത്ത ചായ. എപ്പോഴും ചായ കുടിക്കുന്നത്. ഇത് മാത്രമല്ലേ ചെയ്യുന്ന പണി? പാത്രം ഞാൻ തന്നെയല്ലേ കഴുകണ്ടേ? ഈ UK-യിലുള്ള എല്ലാ ഭർത്താക്കന്മാരുടെയും പ്രശ്നം ഇതാ. എടി ഞാൻ ചായ കുടിക്കും. അങ്ങനെ അതും കൈവിട്ടു പോയി. ഞങ്ങൾ വന്നു. നീ എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? അത് പപ്പ ഹണിമൂണൊക്കെ ആയിട്ടെ കുറച്ച് ട്രാവലിംഗ് ആയിരുന്നു. നമ്മള് ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, മഞ്ഞ്, തണുപ്പ്. എന്തോ നീ പറഞ്ഞേ? എന്നൊന്നും കൊണ്ടുപോയില്ലല്ലോ. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയല്ലേ? നിങ്ങൾ വെക്കേഷൻ ഒന്നും പോവാറില്ല? പണ്ട് ഒരു 20 വർഷം മുമ്പേ പോയായിരുന്നു. ഇവിടെ എന്തൊരു ചെറിയ വീട്, എന്തൊരു ചൂടാ ഇവിടെ. അത് UK-ലെ വീടുകളെല്ലാം ഇതുപോലൊക്കെ തന്നെയാണ്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്? ഒരു മാറ്റം ഇല്ലല്ലോ. വെള്ളയും ഒക്കെയാണോ ഇടുന്നേ? ഇച്ചിരി സ്പിരിച്വൽ ആള്. മാർക്സ് ആൻഡ് സ്പെൻസറിന്നായിരുന്നു, നല്ലതായി സെയിലിന് കിട്ടിയതാ. പക്ഷെ കാണാൻ കൊള്ളാന്നൊക്കെ ഇടണ്ടേ? ടോമി നിന്നോട് പറഞ്ഞല്ലേ നല്ല വീടൊക്കെ വേണോന്ന്?
അല്ല ഇവിടെ എല്ലാ വീടുകളും മോനെ, 2 മുറിയുണ്ട് നമുക്ക്, 2 മുറി. 2 മുറിയോ ടോമി? ഒന്ന് നിങ്ങൾക്ക്, ഒന്ന് ഞങ്ങൾക്ക്. അതെ അതുപോലെ വലിയ കിച്ചൺ ഉണ്ട്, വലിയ കിച്ചൺ. ഞാൻ പക്ഷെ കിച്ചണിലല്ലോ കിടക്കുന്നേ. ഒക്കെയുണ്ട്. ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോകും. ഇവിടെ എന്തൊരു ചൂടായി വീട്ടില്. എന്നാ ഞാൻ പോയി പെട്ടിയൊക്കെ ഇടുക. ജനൽ വേണേടാ ഒന്ന് തുറന്നേക്കാം ഞാൻ. പക്ഷെ അവളോട് പറയണം ഇനിയും വരുന്ന ഒരു 6 മാസം തണുപ്പായിരിക്കും ഒന്ന്. ആ പറഞ്ഞേക്കാം. അപ്പം AC കിട്ടിക്കോളും. ആ നോക്കിക്കോട്ടെ. എവിടെ നിന്നൊക്കെ കിട്ടിയടാ ഇതൊക്കെ? അവൻ്റെ ഒരു ആപ്പ്. ടോമി, മമ്മി, ഡാഡി കഴിക്കാൻ പാ. ആ മോളെ വരുവാ വരുവാ. പെട്ടെന്ന്. ഞാൻ പതുക്കെ വരട്ടെ, നടുവേദനയൊക്കെ ഇരിക്കും. ഇപ്പോഴും നടുവേദന. താങ്ക് യു. താങ്ക് യു. എടാ ഈ അട്ടപ്പുഴ പോലെ ഇരിക്കുന്ന സാധനം എന്തുവാ? അത് സ്പിഗറ്റിയാ. ഞാൻ ഫ്രാൻസിൽ നിന്ന് സ്പെഷ്യലായിട്ട് മേടിച്ചോണ്ട് വന്നേ നിങ്ങൾക്ക്. ഒരു ഇത്രയും ദൂരെയാണ് അട്ടപ്പുഴു? അല്ല അത് ഇന്റർനാഷണൽ ഫുഡ് സ്പിഗറ്റിയാ. ആണോ? സ്പിഗറ്റി. ഇവിടെ ചോറും മീൻകറിയൊന്നും ഇല്ല. അത് സ്പിഗറ്റിയാ. അച്ചാറോ? അച്ചാറൊന്നും കഴിക്കത്തില്ല. ഗാർലിക് ബട്ട് എടുക്കട്ടെ? ഓ വേണ്ട വേണ്ട, പപ്പയ്ക്ക് ഇൻഡൈജസ്റ്റനാ. അതെ അതെ അതെ, നല്ല പ്രശ്നമാണ്. ഞാൻ വേണ സ്ഥലം സോസ് കെച്ചപ്പ് വല്ലോ ടോമി അതൊന്നും വേണ്ട. വേണ്ടേ? എങ്ങനെയാ കഴിക്കുന്നത്? വന്നപ്പോഴേ ഭരണം തുടങ്ങി. എങ്ങനെ? ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കണം. ഒരു കൈയും കൊണ്ട് Cream സ്പിഗറ്റി ഒക്കെ കഴിക്കുന്നേ ടോമി. അങ്ങനെയൊക്കെ ഇളക്കിയിട്ട് കഴിക്കല്ലെന്ന് പറയല്ലേ. സ്പിഗറ്റിയാ. ഫോർക്ക് കൊണ്ട് കഴിക്കാൻ പറ. അല്ല പപ്പയ്ക്ക് അതാ ശീലം പണ്ടേ. അങ്ങനെ ശീലം. ഇത് UK അല്ലേ? നിങ്ങൾ എത്ര വർഷമായിട്ട് UK-ലുള്ളേ? അല്ല പപ്പ നാട്ടിലെ ശീലം തന്നെ ഇവിടെ. അയ്യേ, ഇങ്ങനെയൊക്കെ എന്തൊരു ശരിയല്ല. ഇച്ചിരി ഒന്ന് ചൂട് വെള്ളം തരൂ. താങ്ക് യു താങ്ക് യു. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ചുമച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നെ തോന്നുന്നു. കൊണ്ടുപോയി ഇത്. അവള് പോയി. എടാ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫുഡ് മതി കേട്ടോ. ഞങ്ങൾ കിടക്കാൻ പോവാം, വയറ് നിറഞ്ഞു. ഹലോ ഹലോ, മമ്മി, എവിടാടി നീ? എൻ്റെ മമ്മി ഒന്നും പറയണ്ട. ഇവിടുത്തെ വീട് എന്തൊരു ചെറുതാ. ഞാൻ അടിച്ചു വരുന്നു. ഞാൻ മാത്രം ഇവിടെ പണിയെടുക്കുന്നത്. ഞാൻ വെച്ചു കൊടുക്കുന്ന ഫുഡ് പോലും അവർക്ക് അറിയത്തില്ല. മമ്മി, അവർ സ്പിഗറ്റി കൈകൊണ്ടാ കഴിക്കുന്നേ. ആഹാ, സ്പൂണില്ലേ വീട്ടില്? എന്തൊരു പോറാന്നറിയുമോ? ഇവര് 2 റൂമേ ഉള്ളൂ ഇവിടെ. അയ്യോ, നമുക്ക് 6 റൂമുണ്ട് ഇവിടെ. അതെ, നമ്മുടെ റിസോർട്ട് ഞാൻ മിസ് ചെയ്യുന്നു. അയ്യോ, ഒരെണ്ണം അവിടെ പപ്പയോട് പണിയിക്കാൻ പറയട്ടെ. ആ പറ, ഇവിടെ വരാൻ പറ. എനിക്ക് ഇവരെ കൊണ്ട് വയ്യ. ഇവർ ഭയങ്കര ശല്യങ്ങളാ മമ്മി. ഇവരെ എങ്ങനെയും ഒഴിച്ചു വിടണം. മമ്മി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? അയ്യോ, നീ ഇങ്ങോട്ട് വരാനൊന്നും നോക്കുന്നില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ വരും. വേണ്ട വേണ്ട വേണ്ട, അവിടെ നിക്ക്. ഒത്തിരി ദൂരെയാ, വരണ്ട. ഡാഡിയോട് ടിക്കറ്റ് അയച്ചു തരാൻ പറ മമ്മി. ഈ UK എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് കൊല്ലത്തൊന്നുമല്ലല്ലോ കൊണ്ടുപോയേക്കുന്നേ. ഒന്ന് മമ്മി, ടോമി പോലും എന്നെ സഹായിക്കുന്നില്ല. അയ്യോ, എന്തെങ്കിലും ഒന്ന് എടി പറയേ. എന്റെ ഒരു ടെക്നിക്ക് അറിയാമല്ലോ, ഞാൻ പപ്പയുടെ മണ്ടയ്ക്ക് ഉപയോഗിക്കുന്നേ. എന്താ? എന്തുവാ ഞാൻ പറഞ്ഞേ? വരച്ചു വരെ നിർത്തണോന്നല്ലേ? അതെ. ടോമി എന്റെ വരയില്ല മമ്മി. അതിന്റെ അപ്പുറം കാലുകുത്താറുണ്ടോ? അവൻ പോത്തൊന്നുമില്ല. പോകല്ല്. ഇല്ല. ആ, നീ എന്റെ മോള് തന്നെ. അതെ മമ്മി. എന്നാ ഞാൻ ഒരു ടെക്നിക്കും കൂടെ പറഞ്ഞു തരാം. എന്താ മമ്മി? UK-യിൽ ഇപ്പൊ നടക്കുന്ന ട്രെൻഡാണേ. ആ അപ്പൊ ഇപ്പൊ എന്നാ ചെയ്യണോന്ന് പറഞ്ഞു, ഇവരെ നൈസായിട്ടൊന്ന് സോപ്പിട്ടേ നീ അപ്പനെ അമ്മയെ നീ കൊണ്ടങ്ങ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടങ്ങ് വിട്ടേക്ക്. അത് നല്ല ഐഡിയ കേട്ടോ. ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. ബിക്കോസ് നമ്മൾ ഇന്ത്യയിലൊക്കെ കൊണ്ടുവിട്ടാലേ ഒത്തിരി പൈസ കൊടുക്കണം. അതെ, അവള് UK പൈസ കൊടുത്തോലോ അവർക്ക്. അവ UK തന്നെ ഫണ്ട് ചെയ്യും. അപ്പൊ കുഴപ്പമില്ല. അണ്ട് ഞങ്ങൾക്ക് പൈസ സേവ് ചെയ്യാം, വെക്കേഷന് പോകാം. അതെ. ഞാൻ ടോമിയോട് പറയാട്ടോ. പക്ഷെ ഇത് ബുദ്ധിപരമായേ കളിക്കാവുള്ളൂ. ഒബ്വിയസ്ലി മമ്മി. പിന്നെ പപ്പയും മമ്മിയും കൊണ്ടുവിട്ടു. ഇത് ഞങ്ങളുടെ മണ്ടയ്ക്ക് പ്രയോജിക്കില്ല കേട്ടോ. ഓ ഇല്ല മമ്മി. എന്നാ ശരി. ഓക്കെ, ഇത് ചെയ്തിട്ട് എന്നെ വിളിക്ക്, പ്ലാൻ സക്സസ് ആയിട്ട്. ഓക്കെ മമ്മി. താങ്ക് യു. ഓക്കെ. അവളിങ്ങോട്ട് വരുവാണെന്ന്. ദൈവമേ. ടോമിയും റേച്ചലും പുതിയ വീട് മേടിച്ചു. അവരുടെ പാർട്ടിയാണ് ഇത്. അവര് പുതിയ വീട് മേടിച്ചു. ടോമി, പറ. നമ്മൾ പുതിയ വീടൊക്കെ മേടിച്ചില്ലേ? പിന്നെ നല്ല വീടല്ലേ? നേരത്തെ വലുതാ. നമുക്കൊരു പാർട്ടി വെക്കണ്ടേ? പാർട്ടിയോ? അതിനൊക്കെ ആവശ്യമുണ്ടോ? എൻ്റെ
വലിയ ഫ്രണ്ട്സ് ഒക്കെ എല്ലായിടത്തും പാർട്ടി വെക്കുന്നു, എനിക്കും പാർട്ടി വേണം. നമുക്ക് നമ്മുടെ പാസ്റ്ററിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാ പോരെ? പാസ്റ്ററൊക്കെ കേട്ടോ, നമുക്ക് പാർട്ടി വേണം. പാർട്ടിയോ? ഷോ, എന്നത്തേക്ക് നീ പ്ലാൻ ചെയ്യുന്നത്? നാളെ. നാളെയോ? ആ. എന്നാ പിന്നെ നിനക്ക് നാളെ രാവിലെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ടോമി നാളെ വേണം പ്ലീസ്. നാളെ പാർട്ടി? ടോമിച്ചാ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. എന്നാ പിന്നെ ആട്ടെ, നമുക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരെ അങ്ങ് വിളിക്കാം. നല്ല കൂട്ടുകാര്. ആ പിന്നെന്താ? എന്റെ പിന്നെ വിളിച്ചു. അടുത്ത ദിവസം അവരുടെ പാർട്ടി. എടാ, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. നീ ദേ ജ്യൂസൊക്കെ പിടിച്ചേ. താങ്ക് യു. എന്താ നിന്റെ പരിപാടി ഇപ്പം? ഓ, ജോലിയുണ്ട്, കിട്ടി. ജോലിയോ? ആ കൊള്ളാം. നിന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. പറയാൻ പറ്റില്ല ജോലി. ആരെങ്കിലും കേട്ടോ? ഇല്ല, അതൊന്നുമില്ല. അതൊന്നും നോക്കണ്ട, നിങ്ങൾ സംസാരിച്ചോ. നെയ്ബേഴ്സ് ആയിരിക്കും. ആയിരിക്കും. I have a bigger house and I take Lamborghini, Tesla, Bugatti, Ferrari. വീട്ടിൽ പമ്പുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും അത് കേട്ടില്ല? കേട്ടു. ഞാൻ പോയി നോക്കാൻ പോവാണ്. പപ്പയും മമ്മിയോ? മോളെ, നീ ഉടുപ്പൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞ മുറിക്കകത്ത്. ഞാനൊന്നും ചെയ്തിട്ടില്ല ടോമി, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇവരെ മുറിക്കകത്തിട്ട് പൂട്ടിയോ? ഞാനൊന്നും ചെയ്തിട്ടില്ല ടോമി. കുഴപ്പമില്ല, വിട്ടേക്ക്. പാർട്ടി കുളവാക്കണം. നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ബാ 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 എല്ലാവരും ബാ ബാ. This is a final warning for both of you. If something like this happens again, I will have to take action. Rach, I can't believe you. You know, emotional abuse is, especially to elderly, is against the law. I can't believe. ഒരു കൂർക്കം വലിക്കുന്ന കേക്കണ്ട. അടുക്കള മൊത്തം എന്റെ സ്വന്തം. മമ്മി ജ്യൂസ് വേണോ? കാപ്പി എടുക്കട്ടെ? പപ്പ കാപ്പി എടുക്കട്ടെ? ഇച്ചായ കാപ്പി എടുക്കട്ടെ? വേണ്ട. ക്യാബ് ബുക്ക് ചെയ്യാം, സമയമായില്ലേ. ഏത് ബെൻസ് വേണോ ബുഗാഡി വേണോ? അമ്മേ ബെൻസ് വേണോ? അപ്പൊ ബെൻസ് വേണോ? പെട്ടെന്ന് ബുക്ക് ചെയ്യ്, സമയമായില്ലേ. ഇവര് ഇറങ്ങിയിരിക്കുവല്ലേ. ഇല്ല, നമ്മൾ പോകുന്നില്ല. എന്നുവെച്ചാ അവരെ കൊണ്ടുവിടുന്നില്ല അവിടെ. എന്നുവെച്ചാ അത്ര തന്നെ, അവരെ കൊണ്ടുവിടുന്നില്ല. പാക്ക് ചെയ്തിരിക്കുവല്ലേ. അവരുടെ ബാഗ് പാക്ക് ചെയ്ത് കഴിച്ചു വെക്കാൻ പറ, തിരിച്ചു കയറ്റാൻ പറ. അവര് പോകുന്നില്ല. അവര് പോകുന്നുണ്ട്. കഥ പൊട്ടി. ഇല്ല, തുറന്നേ. അങ്കിളെ, അതെ ഞാൻ തീരുമാനിച്ചു കേട്ടോ, അവരെ വിടുന്നില്ല കേട്ടോ. നിങ്ങൾ കാറിൽ വഴിക്ക് വിടുന്ന ഇപ്പൊ ഇവരെ കൊണ്ടുപോകാൻ പറ്റാ. മിണ്ടരുത്. ഇരിക്കുന്ന അവര് ഇന്റർവ്യൂ ഓവർ ടൈം കഷ്ടപ്പെട്ടല്ല ഇവനെ വർത്തിയത്. ലണ്ടനിൽ പോവാ, ഓക്സ്ഫോർഡിൽ പോയാൽ എല്ലാ പൈസ കൊടുത്ത് അവനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ അങ്ങനെ ചെയ്യല്ലേ. മതി മാർക്കോസേ, മതി. പറഞ്ഞത് മതി. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോളാം. ഇല്ല പപ്പ, അതിന്റെ ആവശ്യമില്ല. വേണ്ട, അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പൊക്കോട്ടെ. ഇല്ല മമ്മി, സോറി. പേരൻസ് ഞങ്ങളുടെ ബ്ലെസ്സിങ്ങാ, പോവല്ലേ പ്ലീസ്. ശരിക്കും ആണോ ഇത് പറയുന്നത്? ശരിക്കും. എടാ, എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നോ. അവർക്ക് ഇപ്പൊ സമ്മതമല്ലേ. എന്താ ഡാഡിയുടെ ഇനി റിക്വസ്റ്റ്? ഞാൻ മറ്റേ ഡിന്നറിന് അട്ടപ്പുഴ വേണ്ട, സ്പഗേറ്റി. പപ്പാ മോളെ